ഹലോ, ഇന്ന് ഞാനൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെൽവെറ്റ് കോക്കനട്ട് ഫിഷ് ഫില്ലറ്റ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഹമൂർ ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫില്ലറ്റായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മസാല വെക്കണം. അതിന് വേണ്ടി ഒരു 5 ചെറിയുള്ളിയും 3 വെളുത്തുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അല്പം വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്ക് വേണം. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഫിഷ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡും ഒന്ന് ഫ്രൈ ആയപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോക്കനട്ട് മിൽക്കും ആ പേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് വേണം അതൊന്ന് ആ ഫിഷ് ഒന്ന് കുക്കായി വരാനേ. അപ്പോൾ ഇതിലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലപോലെ അതൊന്ന് കുക്കായി വരണം. ഇടയ്ക്ക് നമുക്ക് ഫിഷ് ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോവാതെ വേണം, ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. 2 സൈഡും ആ കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നല്ലപോലെ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിന്നിവിടെ ഇത് മെയിൻ കോഴ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കായിക്കോളും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ ഫിഷ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഫിഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പേര് പോലെ തന്നെ വെൽവെറ്റ് പോലെ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വെൽവെറ്റ് കോക്കനട്ട് ഫിഷ് ഫില്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.